ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചമ്പാവരി കൊഴുക്കട്ടയാണ്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ 2 ഗ്ലാസ് മട്ട അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മട്ട അരി ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 2 ഗ്ലാസ് മട്ട അരിയുണ്ട്. നമ്മൾ തേങ്ങ ചിരകിയത് ഇപ്പോൾ 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് അരിയും 1.5 ഗ്ലാസ് തേങ്ങയുമാണ് നമുക്കുള്ളത്. തേങ്ങ കൂടിയ രുചി കൂടും എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും തേങ്ങ ചേർക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ അരിയും തേങ്ങയും ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മളിപ്പം മുഴുവനായിട്ട് ചേർക്കുന്നില്ല, കാരണം മുഴുവനായിട്ട് ഇതിൽ കൊള്ളത്തില്ല, അതുകൊണ്ടാണ്. ഇതിലിപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം ചേർത്ത് അരയ്ക്കുന്നതല്ല, പക്ഷെ തീരെ അരയ്ക്കാൻ പറ്റാത്തതാവുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കണം. അത്രയേ ഉള്ളൂ, കാരണം നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ളതായതുകൊണ്ട് ഒരുപാട് നമ്മൾ അരയ്ക്കണ്ട. ഇപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെയാണ് ഇതിപ്പോൾ അരച്ചിരിക്കുന്നത്. ഇപ്പം ഇത്രയും അരങ്ങി കിട്ടി. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി വീണ്ടും നമുക്ക് അരയ്ക്കാം. ഇനി നമുക്ക് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു അളവിനാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ അരച്ചെടുക്കാം. ബാക്കിയിരുന്ന അരിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് തന്നെ. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളത്തിലും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ രണ്ടാമത് അരച്ചപ്പോഴേക്കും 1/2 ഗ്ലാസ് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മൾ 2 ഗ്ലാസ് അരിയും 2 ഗ്ലാസ് തേങ്ങയും ആയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇത് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി വെച്ചാൽ മതി. ഇനി നമ്മൾ എല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഈ ഒരു സമയം നമ്മളിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് അടുപ്പിൽ വച്ചിട്ടുണ്ട്. നമ്മുടെ മാവെല്ലാം ഇപ്പം നല്ലപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ഉണ്ടയുടെ മാവ് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓരോ ഉരുളയായിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയം നമ്മൾ ഇളക്കാൻ പാടില്ല. ഇപ്പോഴേ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉരുളയെല്ലാം പൊടിഞ്ഞു പോകും. ഇനി നമുക്കിത് തിളയ്ക്കാനായിട്ട് അനുവദിക്കാം. ഇത് ഇവിടെ ഇരുന്ന് തിളച്ചോട്ടെ. ഇപ്പം നമ്മുടെ വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇളക്കുമ്പോൾ അത് പൊടിഞ്ഞൊന്നും പോകത്തില്ല. ഇനി കുറച്ച് സമയം കൂടെ ഇങ്ങനെ കിടന്ന് തിളച്ചോട്ടെ. നമുക്കിനി ഇത് അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മാറ്റി വയ്ക്കാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക്
അരിപ്പൊടി കലക്കി ഒഴിച്ചാലും മതി. ഇനി നമുക്കിത് തുറക്കാം. കലക്കി വെച്ച ആ മാവിനെ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. തീ നല്ലപോലെ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ ഇതിങ്ങനെ പൊങ്ങി വെളിയിൽ കളയും. ഇതിനെ തുറന്നു നോക്കാം. നമ്മുടെ കൊഴുക്കട്ട എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ കറക്റ്റ് പരുവമായിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചമ്പ കൊഴുക്കട്ട റെഡി. അപ്പം എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക്